ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെ കുറിച്ചാണ്. 2025 ജൂലൈ 15 മുതൽ നവംബർ മാസം 30 വരെയുള്ള 140 ദിവസം ശനിഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു മീനം രാശിയിൽ. അങ്ങനെയുള്ള ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന ശനിക്ക് കണ്ടകശനി ഉള്ള സമയമാണ്. കണ്ടകശനിയുടെ ദോഷം ആരംഭിച്ചപ്പോൾ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു 140 ദിവസം വിടുതൽ തന്ന് സ്വയം റിക്കവറി ആകുന്നതിന്, സ്വയം ഒരു മുൻകരുതൽ എടുക്കുന്നതിന് 2.5 വർഷത്തേനുണ്ടല്ലോ 140 ദിവസത്തിന് ശേഷം വീണ്ടും കണ്ടകശനി അങ്ങനെ തന്നെ തുടരും. അപ്പോൾ ഈ കണ്ടകശനിയുടെ കാഠിന്യം കുറഞ്ഞ് ശനി അനുഗ്രഹം തരുന്ന ഒരു സമയമാണ് 140 ദിവസം. ഏതൊരു ഗ്രഹമായാലും, അത് പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും ഇഷ്ടത്തിലായാലും അനിഷ്ടത്തിലായാലും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഗുണാനുഭവങ്ങൾ തരും എന്നാണ് പ്രമാണം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏതൊരു കാര്യത്തിലും, കവടി പ്രശ്നമായാലും ഒക്കെ നോക്കുന്നതിന് ഓൺലൈനായിട്ട് സംവിധാനം. കന്നി രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനമുള്ള സമയമാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. അതായത് ധനസ്ഥാനത്തേക്ക് വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. കൂടാതെ പാപന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിലാണല്ലോ രാഹുവിന്റെ സ്ഥിതി. ശുക്രൻ ഏറ്റവും ഭാഗ്യം ചൊരിയത്തക്ക രീതിയിൽ പ്രബല ഗ്രഹമായ ശുക്രൻ 9ാം ഭാവത്തിലും പിന്നെ അത് 10ലേക്കും 11ലേക്കും ഒക്കെ വരുന്നു. ഈ സന്ദർഭമാണ് വക്രത്തിലൂടെ വരുന്നത് ശനി. അപ്പോൾ അധിക ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം, വിജയങ്ങൾ വന്നു ചേരുന്ന സമയം, പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ നല്ല രീതിയിൽ തൊഴിൽ ലഭിക്കത്തക്ക രീതിയിൽ ഉപരിപഠനത്തിനായിട്ട് പോകുന്നവർക്ക് നല്ല ജോലി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വിഷയം തെരഞ്ഞെടുത്ത് ഉപരിപഠനത്തിനായിട്ട് ചേരുന്നതിന്, അഡ്മിഷൻ കിട്ടുന്നതിനും, അത് സ്വന്തം നാട്ടിലും സ്വന്തം നാട് വിട്ടും ഒക്കെ നല്ല പുരോഗതി വന്നു ചേരുവാൻ പോകുന്ന സമയമാണ് ശനിയുടെ വക്രകാലം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും കീർത്തിയും ഒക്കെ വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു പെടുകയോ, അതുപോലെ തന്നെ എത്ര പ്രവർത്തിച്ചിട്ടും ഒരു ഫലവുമില്ല എന്ന് പറയുന്നവർക്ക് മുൻപോട്ട് നല്ല പ്രോഗ്രസീവായിട്ട് വിജയിക്കത്തക്ക രീതിയിൽ പ്രോത്സാഹനം തരുവാൻ പര്യാപ്തമായ രീതിയിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തുക, ഗുരുസ്ഥാനീയർ, നല്ല ഉപദേശകർ ഒക്കെ വന്നു ചേരുവാൻ, നല്ല ആചാര്യന്മാരുമായിട്ട് ഇടപെടുവാൻ ഒക്കെ യോഗമുള്ള സമയമാണ് ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് കന്നി രാശിക്കാർക്ക് വന്നു ചേരും. സഹോദര സ്ഥാനീയര്, സുഹൃത്തുക്കള് ഒക്കെ സഹായത്തിന് ഉണ്ടാകുന്ന സമയം. ദൈവാധീനവും ഉണ്ടല്ലോ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ, അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗം, അത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും പാടില്ല കഴിവതും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരെ, വിദേശത്തൊക്കെ പോകുവാനോ സ്വന്തം നാട്ടിൽ തന്നെ ജോലിക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇന്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നതിനൊക്കെ നല്ല യോഗം. കടങ്ങളൊക്കെ വീടുന്നതിന് യോഗമുണ്ട്. എന്നാൽ അധിക കടങ്ങൾ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്.
കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കൃഷി കാര്യത്തിലായാലും മറ്റ് ഏതൊരു ജോലിയിലായാലും, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർക്കായാലും, ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കോ, അതുമല്ല ഏതെങ്കിലും തരത്തിൽ മറ്റ് സയന്റിഫിക്കലായിട്ട് ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ ഗവേഷണം നടത്തുന്നവർക്കും നല്ല അനുകൂലമാണ്. മിലിറ്ററിക്കാരായിരിക്കുന്നവർക്കും പൊതുവെ ഗുണം ഉള്ള കാലമാണ്. സൈനിക, അർദ്ധ സൈനിക വിഭാഗത്തിൽ പെടുന്നവർ, കലാകാരന്മാരായിരിക്കുന്നവർ, കലാരംഗവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, അതുപോലെ മറ്റ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതിയുടെ കാലമാണ്. ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല വിജയങ്ങൾ വന്നു ചേരുകയും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് മനസമാധാനം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഏറ്റവും പ്രധാനം മനസമാധാനം ഉണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ വിജയിക്കുകയും അതുവഴി വിജയത്തിലൂടെ ധനം വന്നു ചേരുകയും നല്ല സുഖാനുഭവങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിനെ ഭജിക്കുക, ശനി ദോഷങ്ങൾ ഒന്നും ഏൽക്കാതിരിക്കുവാൻ. കൂടാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.